ഇനി നമുക്ക് എക്സ്റ്റേണൽ ജെനിറ്റേലിയയുമായി ബന്ധപ്പെട്ട പേരുകൾ നോക്കാം. നേരത്തെ പറഞ്ഞു എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലായിട്ട് ശരീരം പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന പാർട്ടുകളെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ വരുന്ന പാർട്ടാണ് പ്രധാനമായിട്ടും പെനിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകൾ ഓർമ്മിക്കുക: മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്. പേരുകൾ ഒന്നുകൂടെ: മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്. ഈ പാർട്ടുകളാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ വരുന്ന പാർട്ടുകൾ. അപ്പോൾ ഈ പടത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഇതാണ് യൂട്രസ് എന്ന് പറയുന്ന ഭാഗം. യൂട്രസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ യൂട്രസിനെ തുടർന്ന് ഇവിടെ നമുക്ക് സെർവിക്സ് കാണാൻ സാധിക്കും. സെർവിക്സ് കഴിഞ്ഞിട്ട് വജൈന. ഇവിടെ വജൈനൽ ഓപ്പണിംഗ് നമുക്കിവിടെ കാണാം. അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഈ കാണുന്നതാണ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് കൊണ്ടുവരുന്ന കുഴലാണ് യുറീത്ര. അപ്പോൾ ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോൾ മെയിലിനെയും ഫീമെയിൽസിനെയും സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണത്. മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനൈറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നതും യുറീത്ര എന്ന് പറയുന്നതും കോമൺ ആണ്. അപ്പോൾ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സെക്രീഷൻസിനെ കോമണായിട്ട് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സെമൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സെമൻ പുറത്തേക്ക് വരുന്നത് യുറീത്ര വഴിയാണ്. എന്നാൽ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സെപ്പറേറ്റ് ഓപ്പണിങ്സ് ഉണ്ട്. യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് യുറീത്ര എന്ന് പറയുന്ന ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജനൈറ്റൽ ഓപ്പണിംഗ് ആയിട്ടിവിടെ ഈ ഭാഗത്ത് നമുക്ക് വജൈനൽ ഓപ്പണിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 2 ഓപ്പണിങ്ങിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കാണുന്ന സ്ട്രക്ചേഴ്സാണ് ഈ പറയുന്ന സ്ട്രക്ചേഴ്സുകൾ. അപ്പോൾ അതിലാദ്യം ഈ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഒരു കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ ആണ്. അപ്പോൾ ശരീരത്തിന് പുറത്ത് ഹെയറൊക്കെ കാണുന്ന ആ ഒരു ഫാറ്റി ടിഷ്യൂ വരുന്ന റീജിയണിനെ വിളിക്കുന്ന പേരാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ ഇവിടെ വരുന്ന ആ റീജിയണിനെ വിളിക്കുന്ന പേരാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ ഈ മോൺസ് പ്യൂബിസിനകത്തായിട്ട് ഇവിടെ 2 ഫോൾഡ് ഓഫ് ടിഷ്യൂസ് കാണും. അതിനെ നമ്മൾ ലേബിയ മെജോറ എന്നും ലേബിയ മൈനോറ എന്നും വിളിക്കും. അപ്പോൾ ഫസ്റ്റിൽ കാണുന്ന വലിപ്പം കൂടിയ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ് ലേബിയ മെജോറ. അപ്പോൾ അതിന് താഴെ കാണുന്ന സൈസ് അല്പം കൂടെ ചെറുതായിട്ടുള്ള ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലേബിയ മെജോറയാണ് ഏറ്റവും പുറമേ കാണുന്ന ടിഷ്യൂ. അതിന് അടിയിലായിട്ട് കാണുന്ന ടിഷ്യൂ ആണ് ലേബിയ മൈനോറ എന്ന് പറയുന്ന ടിഷ്യൂ. അപ്പോൾ ഈ ലേബിയ മൈനോറ ടിഷ്യൂ രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തായിട്ട് കാണുന്ന മറ്റൊരു പാർട്ടാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന പാർട്ട്. ഇതൊരു ചെറിയ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ മെയിൽസിനെ സംബന്ധിച്ച് പെനിസ് ഉള്ളതുപോലെ തന്നെ അപ്പോൾ അതുമായിട്ട് അതിൻ്റെ അതേ സ്വഭാവങ്ങളുള്ള ഒരു പാർട്ടാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ഇതൊരു ഇറക്റ്റൈൽ ടിഷ്യൂസൊക്കെ ഇതിനകത്ത് മെയിൽസിലുള്ളതുപോലെ തന്നെ ക്ലിറ്റോറിസിനകത്തും ഒരു ഇറക്റ്റൈൽ ടിഷ്യൂസ് ഉണ്ട്. സെൻസിറ്റീവായിട്ടുള്ള പോർഷനാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ പേരുകൾ ഓർമ്മിക്കുക: മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ക്ലിറ്റോറിസ്. അപ്പോൾ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത് കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. ലേബിയ മെജോറ, fleshy fold of tissue which extends down from the mons pubis and surrounds the vaginal opening. Labia minora are paired folds of tissue under the labia majora. Clitoris, it is a tiny finger-like structure which lies at the upper junction of the 2 labia minora above the urethral opening. അപ്പോൾ ഈ പാർട്ടുകളുടെ പേരുകൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് ഓർമ്മിക്കുക. ഇനി മറ്റൊരു പേരൂടെ നമുക്ക് നോക്കാനുണ്ട്, ദാറ്റ് ഈസ് ഹൈമൻ. അതായത് നമുക്കിതാ ഇവിടെ കാണാം, ഇതാണ് യുറീത്രൽ ഓപ്പണിംഗ്, വജൈനൽ ഓപ്പണിംഗ്. അപ്പോൾ ഈ വജൈനയുടെ ഓപ്പണിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട്
അവിടെ ഒരു ചെറിയ ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കണ്ടുവരാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈമൻ എന്ന് വിളിക്കുന്നത്. ഹൈമൻ എന്ന് വിളിക്കുന്ന ചെറിയൊരു മെംബ്രേനിയസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അപ്പോൾ ഈ ഹൈമൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, സാധാരണ ഇതിനെ ഒരു വെർജിനിറ്റിയുടെ ഒരു സിമ്പലായിട്ട്, അഥവാ അതിനെ കന്യകാത്വത്തിൻ്റെ ഒരു സിമ്പലായിട്ടൊക്കെ പറഞ്ഞു പോരാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അതൊരു സത്യമാണ് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. The presence or absence of hymen is not a reliable indicator of virginity. വെർജിനിറ്റിയുടെ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഹൈമൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളമായിട്ട് ഹൈമനെ പറയാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു വജൈനൽ ഓപ്പണിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് കാണുന്ന ചെറിയ ഒരു മെംബ്രേനിയസ് സ്ട്രക്ചറാണ് ഹൈമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലി കൊണ്ടത് ബ്രേക്കായി പോകാനുള്ള സാധ്യതകൾ അനവധിയാണ്. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് സഡൻ ഫാൾട്ട് ഓർ ജോൾട്ട്, അതായത് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് വന്നിട്ട് ഞെട്ടിത്തെറിക്കുകയോ, ഇപ്പോൾ ജോൾട്ട് എന്ന് പറയുന്നത് ഞെട്ടിത്തെറിക്കുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിക്കുകയോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻസേർഷൻ ഓഫ് എ വജൈനൽ ടാമ്പൺ. വജൈനൽ ടാമ്പൺ എന്ന് പറയുന്നത് ഇപ്പോൾ മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ മെൻസ്ട്രൽ പാഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വജൈനയ്ക്കകത്തേക്ക് വയ്ക്കാവുന്ന ചെറിയ കപ്പിലേക്ക് സാധനങ്ങൾ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുന്നതുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വജൈനൽ ടാമ്പൺ എന്ന്. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹൈമൻ പൊട്ടിപ്പോകാം. ഇതുപോലെ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാം. പിന്നെ കുതിര സവാരി നടത്തുകയോ സൈക്കിൾ ചവിട്ടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാം. അപ്പോൾ ഇങ്ങനത്തേക്കുള്ള സിറ്റുവേഷനിൽ ഇത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി എന്ന് പറയുന്നത് വാസ്തവമല്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് ഫസ്റ്റ് കോയിറ്റസ് മീൻസ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ദാറ്റ് മീൻസ് പെനിസ് ഫീമെയിൽ പാർട്ടാണ്, അതറിയാം. പെനിസ് എന്ന് പറയുന്ന പാർട്ട് വജൈനയ്ക്കകത്ത പാർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അത് പൊട്ടിപ്പോകാം. അപ്പോൾ അത് റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല എന്നുള്ളൊരു വസ്തുത ഓർമ്മിക്കുക. ഇനി ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ത്രൂ ഔട്ട് അവർ അത് കാണുകയും ചെയ്യാം. കോയിറ്റസ് നടന്നാലും സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നാലും ഇത് പൊട്ടിപ്പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെർജിനിറ്റിയുടെ ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല ഈ ഹൈമൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്ലാൻഡാണ് മാമറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാമറി ഗ്ലാൻഡ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് മുലയൂട്ടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ് മുലപ്പാൽ. ഒരുപാട് ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി നൽകുന്ന ഒരുപാട് രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദ്രാവകമാണ് മിൽക്ക്, അമ്മയുടെ പാലെന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് മാമറി ഗ്ലാൻഡ്. അപ്പോൾ മാമറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മൾ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഓരോ ടെസ്റ്റിസിലും നമ്മൾ കുറേ ലോബ്സ് ഉണ്ടെന്ന് പഠിച്ചു, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ അതുപോലെ മാമറി ഗ്ലാൻഡിനകത്തും മാമറി ലോബ്സുകളുണ്ട്. ടെസ്റ്റിക്കുലാർ ലോബ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഏകദേശം 250ഓളം ലോബ്യൂൾസ് ഉണ്ടെന്ന് പഠിച്ചു. എന്നാൽ മാമറി ഗ്ലാൻഡ്സിൽ ഏകദേശം 15 to 20 ലോബ്സാണ് കാണുക ഓരോ മാമറി ഗ്ലാൻഡിലും. അപ്പോൾ ഈ ഓരോ ലോബ്സിനകത്തും ആൽവിയോളൈ പേരും കേട്ടിട്ടുണ്ട് നിങ്ങൾ. ലങ്സിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ എയർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതുപോലെ ഇവിടെ മിൽക്ക് ആക്ച്വലി സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണ്
ഈ മാമറി ആൽവിയോളെ എന്ന് പറയുന്ന ഈ ഭാഗം, മാമറി ലോബ്സിനകത്തുള്ള മാമറി ആൽവിയോളയിൽ വരുന്ന സെബേഷ്യസ് ഗ്ലാൻസാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. സെറ്റ് ഗ്ലാൻസാണ്. സെറ്റ് ഗ്ലാൻസിൻ്റെ മോഡിഫിക്കേഷനാണ് മിൽക്ക് ഗ്ലാൻസ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് മാമറി ആൽവിയോളയാണ്. അപ്പോൾ ഈ മാമറി ആൽവിയോളെ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് അടുത്ത് കണ്ടക്ട് ചെയ്യുന്നത് മാമറി ട്യൂബ്യൂൾസിലേക്കാണ്. മാമറി ട്യൂബ്യൂൾസിലേക്ക് കണ്ടക്ട് ചെയ്യും. മാമറി ട്യൂബ്യൂൾസുകൾ കൂടി ചേർന്നിട്ട് മാമറി ഡക്റ്റ് ഉണ്ടാകും. ഈ മാമറി ഡക്റ്റുകൾ മിൽക്കിനെ കളക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് മാമറി ആംപുല. ടെമ്പററി ആയിട്ട് മിൽക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പോർഷനാണ് മാമറി ആംപുല. അപ്പോൾ മാമറി ആംപുലയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന മിൽക്ക് അടുത്ത് ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന് പറയുന്ന ഡക്റ്റ് വഴി പുറത്തേക്ക് പോകും. നിപ്പിൾ വഴി പുറത്തേക്ക് പോകുന്നു. ഈ നിപ്പിളിൽ ഡാർക്കായിട്ട് കാണുന്ന റീജിയണിനെ വിളിക്കുന്ന പേരാണ് അരിയോള എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് എക്സാമിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ മാമറി ലോബ്സ്, ദെൻ മാമറി ആൽവിയോളൈ, മാമറി ട്യൂബ്യൂൾസ്, മാമറി ഡക്റ്റ്, മാമറി ആംബുല, ലാക്റ്റിഫറസ് ഡക്റ്റ്. മാമറി ലോബ്സിനകത്താണ് മാമറി ആൽവിയോളൈ ഉള്ളത്. മാമറി ആൽവിയോളൈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് മാമറി ട്യൂബ്യൂൾസ് വഴി, മാമറി ഡക്റ്റ് വഴി മാമറി ആംബുലയിലെത്തുന്നു. ആംബുലയിൽ ടെമ്പററി ആയിട്ട് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് ലാക്റ്റിഫറസ് ഡക്റ്റ് വഴി പുറത്തേക്ക് വരുന്നു. അതാണ് ഈ മിൽക്ക് പോകുന്നതിൻ്റെ ഒരു ക്രമമെന്ന് പറയുന്നത്. ഇപ്പോൾ മാമറി ഗ്ലാൻസ് ആർ പെയേർഡ് സ്ട്രക്ചേഴ്സ്. ബ്രസ്റ്റ് എന്നുള്ള മറ്റൊരു പേരുണ്ട്. that contain glandular tissue and variable amount of fat tissues ഉണ്ട്. The glandular tissue of each breast is divided into 15 to 20 mammary lobes containing clusters of cells called mammary alveoli. The cells of alveoli secrete milk which is stored in the cavities or lumens of alveoli. The alveoli opens into mammary tubules. The tubules of each lobe join to form mammary duct. Several mammary ducts join to form a wider mammary ambula which is connected to lactiferous duct through which milk is sucked out. മിൽക്ക് അതുവഴിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഓവറി എന്ന് പറയുന്നത്. ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം അത് ഓവി ഡക്റ്റിലേക്ക് കടക്കുന്നു. ഓവി ഡക്റ്റിൻ്റെ പാർട്ടുകളാണ് ഫിംബ്രിയെ, ഇൻഫൻറ്റിബുലം, ആംബുല, ഇസ്തുമസ്. ഓവി ഡക്റ്റിൽ നിന്നും അടുത്ത് യൂട്രസിലേക്ക് എത്തുന്നു. യൂട്രസിൻ്റെ പാർട്ടുകളാണ് ഔട്ടർ ലെയറാണ് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇത്രയും പാർട്ടുകളുടെ പേരുകൾ പ്രധാനമായിട്ടും ഓർമ്മിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക, ആൻസർ ചെയ്യുക. ഡയഗ്രംസ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡയഗ്രം നിങ്ങൾ വരയ്ക്കണം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ വരയ്ക്കണം. അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡിൻ്റെ ഒരു സെക്ഷണൽ വ്യൂവിൻ്റെ ഡയഗ്രവും വരയ്ക്കണം. അപ്പോൾ ഈ ഇത്രയും ഡയഗ്രവും വരച്ച് എനിക്ക് സെൻഡ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.